ഹായ്, ഇന്ന് ഒരു സ്പാനിഷ് സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സിനിമ പരിചയപ്പെടുത്തി തരാം. സിനിമയുടെ പേര് ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസ്. ഓറിയോൾ പോലോ സംവിധാനം ചെയ്ത ഒരു കിഡിലനായിട്ടുള്ള ഒരു ത്രില്ലർ പടമാണിത്. ഓറിയോൾ പോലോ എന്നുള്ള പേര് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമാ പ്രാന്തന്മാർക്കും അറിയുന്നൊരു പേര് തന്നെയാണ് ഓറിയോൾ പോലോ. ദ ബോഡി, ദി ഇൻവിസിബിൾ ഗസ്റ്റ്, മിറാഷ്, ഈ സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പുലിയാണ് നമ്മുടെ ഓറിയോൾ പോലോ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷം അല്ല 2022 തോന്നുന്നു ഇറങ്ങിയ സിനിമയാണ് ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസ്. കിളി പാറിക്കുന്നൊരു പടം. അതായത് മിനിറ്റിന് ട്വിസ്റ്റാണ്. 2 മണിക്കൂർ 35 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ. ഇതിലെവിടേക്കാണ് ട്വിസ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് തന്നെ പിടിയിട്ടില്ല. അവസാനം നമുക്ക് തന്നെ പ്രാന്തായി പോവും, നമ്മുടെ കിളി പാറിപ്പോവുകയും ചെയ്യും. അതൊരു പടമാണിത്. സിനിമയുടെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലീസ് ആണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പോൾ ആലീസ് ഒരു മാനസിക രോഗിയാണ്. ഇവർ ഒരു ദിവസം ഒരാൾ എന്ത് ചെയ്യും, ഇവരെ മാനസിക രോഗാശുപത്രിയിൽ കൊണ്ടുവന്നിടും. ഒരു മാനസിക രോഗ ആശുപത്രിയാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവന്നാക്കും. അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ടാവും. അപ്പോൾ ഒരു ലെറ്റർ ഈ ഡോക്ടർ കൊടുക്കും. അതായത് വേറെ ഏതൊരു ഡോക്ടർ ഇവരെ റെഫർ ചെയ്ത് വിട്ടതാണ് ഈ ഒരു ഭ്രാന്താശുപത്രിയിലേക്ക്. അപ്പോൾ ഈ ലെറ്റർ വാങ്ങിച്ച് നോക്കുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് നമ്മുടെ ആലീസ് ഒരു മാനസിക രോഗിയാണ്. ഇവർ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് എന്ന് മാത്രമല്ല, ഇവർക്ക് ആളുകളെ കളവ് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അതായത് മറ്റുള്ളവർ വിശ്വസിക്കുന്ന രീതിയിൽ ഇവർ കളവ് പറയും. അപ്പോൾ ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഭർത്താവിനെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ ഭർത്താവ് അത്യാവശ്യം ലക്ഷറി ആയിട്ട് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളാണ്. പക്ഷേ അയാൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇവർക്കൊരു ജോലിയുണ്ട്. ഇവർ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ മൊത്തം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതാണ് ഇവരുടെ ഭർത്താവിൻ്റെ പണി. ഇയാളെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അയാൾ ഫാമിലി ഡോക്ടറെ കൊണ്ട് ഇവരെ പരിശോധിപ്പിച്ച സമയത്ത് മാനസിക രോഗം കൊണ്ട് തിരിച്ചറിഞ്ഞു. അങ്ങനെ ആ ഡോക്ടറാണ് ആലീസിനെ ഈ ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിട്ടത്. അങ്ങനെ ഈ ലെറ്ററൊക്കെ വാങ്ങിച്ച് അവരുടെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇവർ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ സമയത്ത്, അപ്പോൾ ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1979 ആ ഒരു സമയത്താണ് കേട്ടോ. പഴയ കാലഘട്ടമാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് 2 ദിവസം കഴിഞ്ഞ സമയത്ത് ആലീസ് മെല്ലെ പണി തുടങ്ങും. ആലീസ് ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേറ്ററാണ്. അതായത് തൊട്ട് മുമ്പത്തെ വർഷം 1978 ആ ഹോസ്പിറ്റലിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടു. മരണം എന്ന് വെച്ചാൽ ദുരൂഹമായിട്ടുള്ളൊരു മരണമാണ്. അതൊരു സൂയിസൈഡ് ആണെന്നാണ് പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം. പക്ഷേ അതൊരു സൂയിസൈഡ് അല്ല എന്നും അതൊരു കൊലപാതകമാണെന്നും പറയുന്ന ഒരു ലെറ്റർ ഈ മരണപ്പെട്ട ആളിൻ്റെ അച്ഛന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഈ ഇൻവെസ്റ്റിഗേറ്റർ നമ്മുടെ ആലീസിനെ കണ്ടുമുട്ടും. എന്നിട്ട് ആലീസിനോട് ഈ കാര്യങ്ങളൊക്കെ പറയും. ഇതുപോലൊരു മാനസിക രോഗാശുപത്രിയിൽ വെച്ച് അവരുടെ മോൻ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു കേസ് ഒന്ന് അന്വേഷിക്കണം. അങ്ങനെ ആലീസിനെ ഏൽപ്പിക്കും. ആലീസ് ഇങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു ലെറ്ററും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പോൾ ഈ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ നിരവധിയായിട്ടുള്ള രോഗികളുണ്ട്. പല തരത്തിലുള്ള രോഗികൾ അവിടെ ഉണ്ടാകും. വളരെ പെർവേർട്ടായിട്ടുള്ള ഒരാളുണ്ട്, ഒരു ഹൈറ്റ് ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ഒരാളുണ്ട്. അയാളുടെ കൂടെ തന്നെ എൻ്റെ ഫ്രണ്ടായിട്ട് വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരാളുണ്ടാകും. വേറെ 2 കുട്ടികളുണ്ടാകും. പിന്നെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരാളുണ്ട്. നിരവധിയായിട്ട് ഓരോ ടൈപ്പ് പേഷ്യൻസും മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരും അവിടെ ഉണ്ടാകും. അപ്പോൾ ഇവരെയൊക്കെ കണ്ടുപിടിക്കുക, ഒബ്സർവ് ചെയ്യുക, ഇതൊക്കെയാണ് ആദ്യഘട്ടത്തിൽ നമ്മുടെ ആലീസിൻ്റെ പണി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആലീസ് നല്ല പണി തുടങ്ങും. ആലീസ് കഴിഞ്ഞ വർഷം അവിടെ അഡ്മിറ്റ് ചെയ്ത ആൾക്കാർ, അവിടെ നിന്ന് ഇറങ്ങി പോയ ആൾക്കാർ, അതായത് ഡിസ്ചാർജ് ചെയ്ത് പോയ ആൾക്കാർ, ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മരണം നടന്നിട്ടുണ്ടെന്ന്, ആ സമയത്ത് അവിടെ നിന്ന് പോയ ആൾക്കാർ, ഇവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും, അതായത് വളരെ തന്ത്രപരമായിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ കയറിയിട്ട് ഇതൊക്കെ അന്വേഷിക്കാനൊക്കെ നമ്മുടെ ആലീസ് തുടങ്ങും. അപ്പോൾ ഇതിന് പാരലായിട്ട് തന്നെ മറ്റൊരു സ്റ്റോറി കൂടി പോകുന്നുണ്ട്. പാരൽ എന്നല്ല, ശരിക്കും 2 ടൈം ലൈനിലാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലീസ് ഹോസ്പിറ്റലിൽ പോകുന്നതും പിന്നെ ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു ട്രാക്ക്. രണ്ടാമത്തെ ടൈം ലൈൻ എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഫ്യൂച്ചറാണ്. അതായത് ക്ലൈമാക്സിൽ നമ്മൾ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ പാരലായിട്ട് പോകുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ വലിയൊരു തീപിടുത്തം നടക്കുന്നതും ആ തീപിടുത്തം നടക്കുന്നതിനിടയിൽ ആ ഹോസ്പിറ്റലിലത്തെ ഒരു രോഗി, ഞാൻ നേരത്തെ 2 കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, അതിലൊരാൾ മരണപ്പെടുന്നതും അത് അന്വേഷിക്കാനായിട്ട് പോലീസുകാർ വരുന്നതൊക്കെയാണ് പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുമെങ്കിലും അവസാനമാകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ തുടക്കം മുതലേ പാരലായിട്ട് തന്നെ സിനിമയിൽ പോകുന്നുണ്ട്. അങ്ങനെ 2 ടൈം ലൈനിലാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവസാനമേ മനസ്സിലാവും കേട്ടോ, അല്ലെങ്കിൽ അത്രയ്ക്ക് ശ്രദ്ധിച്ച് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതായത് ഈ ഭ്രാന്താശുപത്രി ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേറൊരു സിനിമ ഓർമ്മ വരുന്നുണ്ടോ, ഷട്ടർ ഐലൻഡ്. ഏകദേശം ഷട്ടർ ഐലൻഡ് പോലെ ഉണ്ട്.
പക്ഷേ ഇതിൽ എവിടേക്കാ ട്വിസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിരുന്നില്ലെങ്കിലില്ലേ നമുക്ക് തന്നെ ഭ്രാന്തായി പോകും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വട്ടുപിടിക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റും ടേണുകളൊക്കെ ഈ സിനിമയിലുണ്ട്. ഏറ്റവും ക്ലൈമാക്സിൽ ഒടുക്കാത്തൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. അതായത് ക്ലൈമാക്സ് ശരിക്കും പ്രേക്ഷകന് വിട്ടുകൊണ്ടുകൊണ്ടാണ് സംവിധായകൻ സിനിമ അവസാനിപ്പിക്കുന്നത്. എല്ലാം നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് തരില്ല. അവസാനം അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ അമ്മ അതിലൊരു പടമാണ് ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഓറിയോൾ പോലോടെ മറ്റുള്ള സിനിമകൾ ബോഡിയും അതുപോലെ തന്നെ ഇൻവിസിബിൾ ഗസ്റ്റും മിറാഷൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണുക. കിളി പാറിക്കുന്ന പടങ്ങളാണ്. ഈ സിനിമയിലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒക്കെ അതിഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിൽ അതായത് 1979 ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല കൊലപാതകം നടക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ പോലീസുകാരും അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ പോലീസുകാരുടെ അന്വേഷണമൊക്കെ നമുക്ക് ചിലപ്പോൾ എന്താണ് ഈ വളരെ അത്ര എഫിഷ്യൻ്റ് അല്ലാത്ത രീതിയിലൊക്കെ കാണും. പക്ഷേ ആലോചിക്കുക 1979 നടന്ന രീതിയിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പോലീസ് സ്റ്റോറിയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഈ സൈക്കോ ത്രില്ലറാണ്. കാണുക, എൻജോയ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കിടിലൊരു പടമാണ് ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസ്, ഡയറക്റ്റഡ് ബൈ ഓറിയോൾ പോലോ.